ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയിസ് കുക്കിംഗ് സ്റ്റൈൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പെപ്പർ രസം, കുരുമുളകും കൊണ്ട് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ളതാണ്. ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: ഒരു മുഴുത്ത ടൊമാറ്റോ, ജീരകം പൊടിച്ചത്, 10 വെളുത്തുള്ളി, 1 സ്പൂൺ പെപ്പർ ചതച്ചത്, ഉരുണ്ട വറ്റൽമുളക് 10 എണ്ണം, കല്ലുപ്പ് ഒരു 1/2 സ്പൂൺ, കൊറിയാണ്ടർ ലീവ്സ് ഒരു 10 ഗ്രാം, ഒരു നാരങ്ങയുടെ സൈസ് വാളംപുളി വെള്ളത്തിൽ ലയിപ്പിച്ചത്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളി നമ്മൾ ഇടിക്കുന്ന കല്ലിലേക്ക് വെളുത്തുള്ളി ഇടുന്നു, പെപ്പർ അതിലേക്ക് ഇടുന്നു, വറ്റൽമുളക് ഒരു 3-5 പീസ് നമ്മൾ ഇടുന്നു. ഞാൻ ഇവിടെ ജീരക പൗഡറാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടി ഇടാം. ജീരകം മുഴുവത്തോടെ എടുത്താലും നല്ലതാണ്, കുഴപ്പമില്ല. ഒന്ന് ചതച്ചെടുക്കണം. ഫ്രണ്ട്സ്, പെപ്പർ രസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ ചെയ്യുവാണ്. അതിലേക്ക് ആദ്യം നമ്മളൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നു. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ഇടുന്നു. തക്കാളി ശരിക്കും ഒന്ന് ഇളക്കണം. നമ്മൾ തക്കാളി നമ്മളൊന്ന് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് നല്ലതാണ്, തക്കാളിയുടെ എല്ലാം പച്ചക്കൊന്നും പുറത്തേക്ക് വരും. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീഫ് നമ്മൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. നമുക്ക് എന്തെങ്കിലുമാണ് വേണ്ടത്. ഞാനിവിടെ ഇപ്പം 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എത്രമാത്രമാണോ രസം വേണ്ടത് അതിൽ ആളുടെ അളവനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടുകയും മസാല കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഫ്രണ്ട്സ്, ഇനി നമ്മുടെ രസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. അതിൽ കുറച്ച് ആവശ്യമായ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് രണ്ടും ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇടണം. കുറച്ച് കടുക് ആവശ്യത്തിന്. ഇപ്പോൾ കടുക് പൊട്ടിയിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കരിയാപ്പല
അതിലേക്ക് നമ്മൾ മുളക് ഇടണം. വറ്റൽ മുളക് നമ്മൾ ഇടണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രസം തിളച്ചുകൊണ്ട് വരികയാണ്. രസം അധികം നേരം തിളപ്പിച്ചാൽ നമുക്ക് ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് നമ്മൾ പതഞ്ഞ് പൊങ്ങി വരണം രസം. അതിനുശേഷം അധികം നേരം നമ്മൾ തിളപ്പിക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഈ രസം റെഡി ആയിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ഈ രസം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. നന്ദി.